ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖമായിരിക്കണം, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെമീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് കുറച്ച് കോഴിൻ്റെ പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്നായി കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വെക്കേണ്ടത് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു 2 തക്കാളി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി, 2 വലിയുള്ളി, 2 പച്ചമുളക്, 2 തക്കാളി, ഇത്രയും സാധനമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതെല്ലാം ഒക്കെ ചെറുതായി അരിഞ്ഞെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റണം, പച്ചമുളകും. അതിന് ശേഷം വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി കറിവേപ്പിലയും മല്ലിയിലയും ഇല്ല കേട്ടോ, അത് കൊണ്ടുവന്നതിന് ശേഷം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, എരിവൊക്കെ ആവശ്യത്തിന് ഇടണം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം സാദാ മുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കുക. അതിന് ശേഷം അതിലേക്ക് ഈ കഷ്ണങ്ങളിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് നന്നായി വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ നന്നായി വെന്താലേ അതിന് രുചി ഉണ്ടാവുള്ളൂ. നമുക്കത് നന്നായിട്ട് നടച്ച് വെക്കുക. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. അതിന് ശേഷം ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടെ അടച്ച് വെച്ച് മൂടി വേവിക്കാം. അപ്പോൾ അത് ഏകദേശം വീണ്ടും വെള്ളം നന്നായി വറ്റിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റിക്കോട്ടെ. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത്ര ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വെക്കട്ടോ. ഒരു കടിയിലേക്കും ചോറിലേക്കൊക്കെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വറ്റിക്കുകയാണ്. വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞ് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്. ഇനി നമുക്ക് മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ ആരും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.